ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2007 ഒരു ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഈസ്റ്റേൺ പ്രോമിസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസിക്കൽ ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ വൺ ലൈൻ എന്തായാലും പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല. എന്റെ ഫേവററ്റ് മൂവി ലിസ്റ്റിലെ ഇടം നേടിയ ഒരു മൂവിയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു ബാർബർ ഷോപ്പാണ് കാണിക്കുന്നത്. അതിനകത്ത് ചെൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തിനിരുന്ന് ഇങ്ങനെ മുടി വെട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷോപ്പിലെ മൊട്ടയായിട്ടുള്ള ബാർബറാണ് അയാളുടെ മുടി വെട്ടി കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു മൊട്ടയപ്പൂവൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ ക്രിസ്മസ് അല്ലേ, നല്ലതുപോലെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ക്രിസ്മസിനെ പറ്റിയെല്ലാം സംസാരിക്കുമ്പോൾ ഈ ഒരു ഷോപ്പിന് വെളിയിൽ ഒരു ചെറിയ പയ്യൻ വരുന്നു. ഏകദേശം 16 വയസ്സ് മാത്രമേ ഉള്ളവനെ. എക്രിം എന്നാണ് അവന്റെ പേര്. അപ്പോൾ ഈ ഒരു മൊട്ടയപ്പൂപ്പനായാലും അതിന്റെ അനന്തരവനാണ്. നല്ല പേടിയാണ്, നല്ല നാണക്കാരനും എന്നെല്ലാം പറയുമ്പോൾ ചെൻ എന്ന് പറഞ്ഞ അവൻ പറയും, ഓക്കെ അവനോട് അകത്തേക്ക് കയറി വരാൻ പറയും എന്നും പറഞ്ഞിട്ട് ആ ഒരു പയ്യനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അവനാണെങ്കിൽ കയ്യിൽ എന്തോ ഒരു കാര്യം ഒളിപ്പിച്ചു വയ്ക്കുന്നു. ഇവൻ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ഷേക്ക് ഹാൻഡ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ മൊട്ടയപ്പൂപ്പൻ എന്തോ ഒരു ആക്ഷൻ കാണിക്കുന്നതും ഈ ഒരു പയ്യൻ പെട്ടെന്ന് വന്നിട്ട് അവന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. അത് വെച്ച് ചെൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരാളുണ്ടല്ലോ അവന്റെ കഴുത്തറുത്ത് അവൻ ഇവർ രണ്ടുപേരും കൂടി കൊല്ലാണ്. അതേ സമയം തന്നെ ഇപ്പോൾ മറ്റൊരിടത്ത് കാണിക്കുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി തന്റെ ശരീരം മുഴുവൻ ഒരു വലിയ കോട്ട് വെച്ച് മറിച്ചിട്ട് ഒരു മെഡിക്കൽ സ്റ്റോറിനകത്തേക്ക് കയറി വരുന്നു. അങ്ങനെ ഇവളായാലും പതിയെ അതിനകത്തേക്ക് നടന്നു വന്നിട്ട് അവിടെയുള്ള ആ ഒരു ഉടമയോട് പറയും, പ്ലീസ് എന്നെ ആരെങ്കിലും സഹായിക്കണമെന്ന് പറയുമ്പോൾ അയാൾ പറയും, നിനക്ക് എന്തെങ്കിലും മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണം, അത് കൊണ്ടുവന്നാലും മരുന്ന് തരാമെന്ന് പറയുന്നതും ഇവളുടെ കാലിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നല്ല രീതിയിൽ രക്തം വരുന്നുണ്ട്. അതുമല്ല ഇവള് പ്രഗ്നന്റ് ആണ്. അപ്പൊ തന്നെ അവള് ബോധമില്ലാതെ താഴെ വീഴുന്നതും അത് കഴിഞ്ഞിട്ട് അവളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ അന്ന. അവൾ ഈ ഒരു ഹോസ്പിറ്റലിലെ നേഴ്സാണ്. പോകുന്ന വഴിക്കാൻ അവളോട് പറയുന്നുണ്ടേ നിനക്കൊരു കുഴപ്പം സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ബാഗിലുണ്ടായിരുന്ന ഒരു ഡയറി ഉണ്ട്. ആ ഒരു ഡയറി ഹീറോയിൻ എടുത്തങ്ങ് വെച്ചേക്കും. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇവളുടെ പ്രസവം എടുക്കുന്നു. കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ ഒരു വെളിയിലേക്ക് കൊണ്ടുവരും. പക്ഷെ ആ ഒരു പ്രസവത്തിൽ ഈ ഒരു പെൺകുട്ടി മരിച്ചു പോകും. അങ്ങനെ ഈ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അന്ന നേരെ വീട്ടിലേക്ക് പോവാണ്. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു BMW ബൈക്ക് ഉണ്ട്. അത് പഴയകാല മോഡലാണ്. അത് ഓടിച്ചിട്ട് അവൾ നേരെ വീട്ടിലേക്ക് വന്ന് റെസ്റ്റ് എടുത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അന്നയുടെ അമ്മയായിട്ടുള്ള ഹെലൻ വന്നിട്ട് കോഫി എന്തെങ്കിലും വേണമെന്നും പറഞ്ഞ് അവളെ നേരെ കിച്ചണിലേക്ക് കൊണ്ടുപോകും. ആ ഒരു സമയത്ത് അന്നയുടെ അമ്മാവൻ അയാൾ അന്ന കൊടുത്ത ആ ഒരു ഡയറി ഉണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ വായിക്കാണ്. വായിച്ചിട്ടാണ് അന്നയോട് ചോദിക്കുന്നത്, അന്ന നിനക്ക് ഈ ഒരു ബുക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പൊ അന്നയുടെ അമ്മ ചോദിക്കും, നീ എന്തിനാ ഒരു ബുക്കെല്ലാം അമ്മാവന്റെ കയ്യിൽ കൊടുത്തേ? ഇല്ല, എനിക്ക് ഈ റഷ്യൻ വായിക്കാൻ അറിയില്ല, അങ്കിളിനാണെങ്കിൽ നല്ലതുപോലെ അറിയാലോ എന്നും പറഞ്ഞിട്ട് അന്ന നേരെ ആ ഒരു അങ്കിളിന്റെ അടുത്ത് ചെന്നിട്ട്, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്റെ വാർഡിൽ മരിച്ച ഒരു പെൺകുട്ടിയുടെ ഹാൻഡ് ബാഗിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുമ്പോൾ, ഓ അപ്പോൾ മരിച്ചവരുടെ സാധനങ്ങൾ നിങ്ങൾ മോഷ്ടിക്കുന്നുണ്ടോ? അത് ഞാൻ മാത്രമല്ല ചെയ്യുന്നത്, ഹോസ്പിറ്റലിലെ മിക്ക ആളുകളും അത് ചെയ്യാറുണ്ട്. എന്നിട്ട് അന്നയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ മോൾ ഇതുപോലെ മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്നത് നിനക്കറിയോ? അന്ന എന്തായാലും നീ ഒരു ഡയറി അവളെ അടക്കം ചെയ്യുന്ന ആ ഒരു ശവപ്പെട്ടിയിൽ തന്നെ അവളോടൊപ്പം ഇടണം. മറ്റുള്ളവരുടെ രഹസ്യം ഒരിക്കലും നീ സൂക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ആ ഒരു അങ്കിള് അവിടെ നിന്ന് പോകുന്നതും അന്നയാണെങ്കിൽ ആ ഒരു ഡയറി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു കാർഡ് കിട്ടുന്നുണ്ട്. അത് ഒരു സൈബീരിയൻ റെസ്റ്റോറന്റിന്റെ. അതുമല്ല ആ ഒരു ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യം, എന്റെ പേര് ടാറ്റിയാന എന്നാണ്. എന്റെ അച്ഛൻ ഗ്രാമത്തിലെ ഖനി തൊഴിലാളിയായിരുന്നു. അവിടെ വെച്ച് അച്ഛൻ മരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അച്ഛനല്ലാതെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് മെച്ചപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടി റഷ്യയുടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഞാൻ പോവായിരുന്നു. അതേസമയം അന്ന ആ ഒരു കാർഡ് കൊണ്ട് ഈ ഒരു സൈബീരിയൻ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ അതിന്റെ മുന്നിലേക്ക് വന്നിട്ട് അവളുടെ ബൈക്ക് അവിടെ ലോക്ക് ചെയ്തിങ്ങനെ വെക്കുകയാണ്. ആ ഒരു സമയത്ത് ഇതിനകത്ത് നിന്ന് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതിലൊരാളുടെ പേര് കിരിയിൽ, അടുത്തവന്റെ പേര് നിക്കോളാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അതുപോലെ കിരിയിലാണെങ്കിൽ ഈ ഒരു റെസ്റ്റോറന്റ് ഉടമയായിട്ടുള്ള സെമീർ എന്ന് പറഞ്ഞിട്ട് ഒരു റഷ്യൻ മാഫിയ തലവനുണ്ട്. അയാളുടെ മകനാണ്. അവരുടെ സഹായിയും ഡ്രൈവറുമാണ് നമ്മുടെ നിക്കോള്. അങ്ങനെ നമ്മുടെ ഹീറോയിനെ കാണുമ്പോൾ ഇവർ ഈ ഒരു ബൈക്കിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് നിക്കോൾ ആണെങ്കിൽ തന്റെ കാർ എടുത്ത് അവിടെ നിന്ന് പോകുന്നു. കിരിയിലാണെങ്കിൽ നേരെ അകത്തേക്ക് കയറി പോവും. അപ്പോൾ ഇവളാണെങ്കിലും ആ ഒരു ഡോറിൽ വന്ന് തട്ടുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള ഒരാൾ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ഇയാളാണ് സെമിയൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു റഷ്യൻ മാഫിയ തലവൻ. അപ്പോൾ ഹീറോയിൻ ഇതുപോലെ ഞാൻ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്, എനിക്കിത് ഇവിടുത്തെ ഈ ഒരു കാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ അയാൾ പറയും, അല്ല എന്റെ പെൺമക്കളല്ലാതെ വേറെ ആരും ഈ ഒരു കാർഡ് യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റായിട്ട് കിട്ടിയതായിരിക്കും എന്ന് പറയുമ്പോൾ, ഇല്ല എനിക്ക് എന്തായാലും നിങ്ങളുടെ മാനേജറിനോട് എന്ന് സംസാരിക്കണം. അതുപോലെ എന്റെ അച്ഛന്റെ പേര് ഇവാൻ എന്നാണ് എന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കും, ഓ നിന്റെ അച്ഛന്റെ പേര് ഇവാൻ ആണെങ്കിൽ നീ അന്ന ഇവാൻ ആണോന്ന് ചോദിക്കുമ്പോൾ, അതെ ശരി ബാ അകത്തേക്ക് കയറുവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകും. തന്നെ ഇതിനകത്ത് എന്തോ ഒരു പാർട്ടി നടക്കാൻ പോകുന്നു. ഇതൊരു ക്രിസ്മസിന്റെ ആഘോഷമാണ്. അപ്പൊ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് കിരിയിലുണ്ടല്ലോ അവനെ പരിചയപ്പെടുത്തിയിട്ട് ഇതെന്റെ മകനാണ് കിരിയിൽ, പിന്നെ ഇതേ അത് 2 കൊച്ചുമക്കളെന്ന് പറഞ്ഞിട്ട് 2 പെൺകുട്ടികളുടെ അടുത്തേക്കും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് കുറച്ചു നേരം സംസാരിച്ച് അത് കഴിഞ്ഞ് കിച്ചണിലേക്ക് ചെന്ന് പാചകം ചെയ്യുന്ന സമയത്താണ് സെമിയൻ പറയുന്നത്,
ഈ ഒരു കാർഡ് നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജോലി ചെയ്ത ആരെങ്കിലും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവളുടെ പേര് എനിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി ഇവിടെ ഭക്ഷണം കഴിച്ചിരിക്കാം. ഓക്കെ, എന്തായാലും നീ ഇതൊന്ന് കഴിച്ചു നോക്കെന്നും പറഞ്ഞിട്ട് അയാൾ ഉണ്ടാക്കുന്ന ആ ഒരു ആഹാരം അവൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതും അന്ന അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ വെളിയിൽ കാണിക്കുമ്പോൾ നിക്കോൾ ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഈ വീട്ടിലേക്കുള്ള അതിഥികളെ എല്ലാം കൊണ്ടുവരികയാണ്. അങ്ങനെ അവരെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് അവൻ വെളിയിൽ തന്നെ നിൽക്കും, കാരണം ഡ്രൈവറാണല്ലോ. ആ ഒരു സമയത്തിനകത്ത് സെമിയൻ പറയുന്നത്, സോറി അന്ന, എനിക്കിപ്പോൾ നിന്നെ എന്തായാലും സഹായിക്കാൻ കഴിയില്ല, എനിക്കതിൽ നല്ല വിഷമമുണ്ടെന്ന് പറയുമ്പോൾ അന്ന പറയും, ഓക്കെ അത് കുഴപ്പമില്ല, ഞാൻ എന്തായാലും ആ ഒരു ഡയറി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ കിട്ടോ ഇല്ലയെന്ന് നോക്കാന്ന് പറയുമ്പോൾ സെമിയൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട്, എന്ത് ഡയറി? ഇല്ല, അവളുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയത്. അല്ല, അവളുടെ ബാഗിൽ നിന്ന് ഒരു ഡയറി കിട്ടി എന്ന് പറയുമ്പോൾ സെമിയൻ പറയും, ഓക്കെ എന്നാ നീ എന്തായാലും ആ ഒരു ഡയറി ഇവിടേക്ക് കൊണ്ടുപോവാ, ഞാൻ അത് നിനക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തരാം. അതിൽ നിന്ന് അവളുടെ ബന്ധുക്കളുടെ വിവരം കിട്ടുവാണെങ്കിൽ നീ എന്തായാലും അവരുടെ അടുത്തേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ അന്ന പറയും, ഇല്ല കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അങ്കിളുണ്ട്, അങ്കിള് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമെന്ന് പറയുമ്പോൾ, ഇല്ല എന്നാ അങ്ങനെയല്ല, നീ ഇവിടേക്ക് തന്നെ കൊണ്ടുപോവാ, ഞാനത് നല്ലതുപോലെ വായിച്ച് കേൾപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നാളെ 7 മണിക്ക് ഇവിടെ നീ എന്തായാലും വരത്തില്ലേ എന്നും പറഞ്ഞിട്ട് അപ്പോഴേക്കും അവൻ പെട്ടെന്ന് അന്നയെ വിളിച്ചെടുത്തിട്ട്, അല്ല എന്നാ നീ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഇപ്പോഴും ജോലി ചെയ്യുന്നേ? അതെ, എന്തു പറ്റി? ഇല്ല, ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അന്നയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അന്നയായാലും അവിടെ നിന്ന് നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിക്കോളും വെളിയിൽ തന്നെ നിൽക്കാണ്. അന്ന വന്ന് അവളുടെ ബൈക്ക് എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് നിക്കോള്, നിങ്ങളത് കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഇതിന് കുറച്ച് ഇമോഷണൽ വാല്യൂ ഉണ്ട്. ഓ അങ്ങനെയാണല്ലേ, അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇമോഷണൽ വാല്യൂ? അല്ല, നിങ്ങൾ പാർട്ടിക്ക് നിൽക്കുന്നില്ലേ? ഇല്ല, എനിക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ, എന്നെ ക്ഷണിച്ചിട്ടില്ല, ജോലിക്കാരെ എപ്പോഴും അവർ വെളിയിൽ നിർത്തും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന നേരെ വീട്ടിലേക്ക് വന്ന് അവളുടെ ഫാമിലിയായിട്ട് ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്ന സമയത്താണ് അവളുടെ അങ്കിൾ ചോദിക്കുന്നത്, അല്ല എന്നാ നിന്റെ ബോയ് ഫ്രണ്ടായിട്ട് നീ താമസിക്കാതെ ഇവിടെ ഒന്ന് നിൽക്കുന്ന എന്തിനാ? ഇല്ല, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് നല്ലതുപോലെ പോകത്തില്ല, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അന്നയുടെ അമ്മയായാലും, നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാൻ മോളെ എന്ന് പറയുമ്പോൾ ആ ഒരു അങ്കിൾ പെട്ടെന്ന്, എനിക്ക് അപ്പോഴേ അറിയാം ഈ ഒരു കറുത്ത ആൾക്കാർ ഒരിക്കലും നല്ലതുപോലെ നിൽക്കത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു റേസിസം ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അന്ന പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റൊക്കെ പോവാണ്. അതുപോലെ ഈ ഒരു അങ്കിള് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അന്നയ്ക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു, പക്ഷേ വയറിനുള്ളിൽ വെച്ച് തന്നെ ആ ഒരു കുഞ്ഞ് മരിക്കുകയാണ് ചെയ്തത്. അതേസമയം ഇവിടെ സെമിയന്റെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ക്രിസ്മസ് പാർട്ടി അടക്കമാണ്, എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം എല്ലാം കഴിക്കുന്നു, ഒരുപാട് അംഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോ മാത്രമാണ് വെളിയിൽ നിൽക്കുന്നത്. ആ ഒരു സമയത്ത് കിരിയിലുണ്ടല്ലോ, അവൻ ഇപ്പോൾ പതിയെ ഒരു ഫോൺ എടുത്തിട്ട് വേറെ ആരോടും ഇങ്ങനെ സംസാരിക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്തില്ലേ, ശരി ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെയും വിളിച്ച് കിരിയിൽ ആ ഒരു ബാർബർ ഷോപ്പ് നടത്തുന്ന ഒരു അപ്പൂവനുണ്ടല്ലോ മൊട്ടത്തലയൻ, അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വേറെ ഒന്നുമല്ല, നേരത്തെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരാളെ കൊന്നല്ലോ കഴുത്തെടുത്ത്, അത് ചെയ്തത് കിരിയലിന് വേണ്ടിയിട്ടാണ്. അതുപോലെ അയാളെ കൊന്ന ആ ഒരു പയ്യനാണെങ്കിൽ ബുദ്ധി വളർച്ച കുറഞ്ഞൊരു പയ്യനാണ്. അങ്ങനെ അവനെ കിരിയലിന് പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഇവർ കൊന്ന അയാളുടെ ശരീരം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ കിരിയലിന് നല്ല ദേഷ്യമുണ്ട്. വേറെ ഒന്നുമല്ല, ഇവനെ എന്തോ കളിയാക്കിയതിനാണ് ആ കിടക്കുന്നവനെ കിരിയൽ കൊല്ലാനായിട്ട് പറഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പതിയെ അയാളുടെ ശരീരത്തെ ഇങ്ങനെ തൊട്ടു നോക്കിയിട്ടാണ് പറയുന്നത്, ഓക്കെ നിങ്ങൾക്ക് ഹെയർ ഡ്രയർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അത് കഴിഞ്ഞ് ആ ഒരാളുടെ ശരീരം എടുത്തുകൊണ്ട് വന്ന് ഹെയർ ഡ്രയർ വെച്ചും ദേഹം മുഴുവൻ ഇങ്ങനെ അടിക്കാണ്. അതുമല്ലാതെ അവന്റെ പേഴ്സെല്ലാം ഇങ്ങനെ പുറത്തെടുത്തിട്ട് ഇപ്പോൾ ഇവരോട് പറയും, ഇവന്റെ വിരലെല്ലാം ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്, നിൽക്കാൻ പറ്റുന്നവരോട് നിന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പതിയെ ആ മരിച്ച അവന്റെ വിരല് കട്ട് ചെയ്ത് ഇങ്ങനെ കളയുന്നു. ഇതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിരിയിലും ഹീറോയും ഈ ഒരാളുടെ ശരീരം പൊതിഞ്ഞെടുത്ത് ഇവിടെ അടുത്തായിട്ട് ഒരു പുഴയുണ്ട്. ഈ ഒരു സ്ഥലത്തേക്കാണെങ്കിൽ അധികം അങ്ങനെ ആരും വരാറില്ല. ഇവരിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം അവിടെ കൊണ്ടുവന്നിട്ട്, ഓക്കെ കൊന്നവരെ കൊണ്ട് കളയാൻ പറ്റിയ സ്ഥലം ഇതാണ്, ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവന്റെ ശരീരം തൂക്കി ആ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് എറിയും. കുറച്ച് കഴിയുമ്പോൾ തന്നെ അയാളുടെ ശരീരം വെള്ളത്തിനടിയിലേക്ക് മുങ്ങി പോകുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ അന്നയെ കാണിക്കുമ്പോൾ അവൾ ആ ഒരു കുഞ്ഞിന്റെ അടുത്ത് നിൽക്കാണ്. ടാറ്റിയാന എന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി മരിച്ചു, അവളുടെ കുഞ്ഞല്ലേ. ഇനിയിപ്പോൾ ആ ഒരു പെണ്ണിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് അവർക്ക് ബന്ധുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ അവരെ ഏൽപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഹീറോയിൻ ഇത്രയും നാൾ നിന്നിരുന്നത്. പക്ഷെ ഇനിയിപ്പോൾ അതൊരിക്കലും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അന്നയ്ക്ക് അത്രയും വിഷമമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ വർക്ക് കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ട്രാൻസ്ലേറ്റ് ചെയ്ത ഡയറി ഉണ്ടല്ലോ അതിലെ കാര്യങ്ങൾ ഇവളിങ്ങനെ ആലോചിച്ച് നോക്കാണ്. ആ ഒരു ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെടാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് ഗ്രാമത്തിലേക്ക് വന്നത്. അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ലണ്ടനിലേക്ക് പോവാം, അവിടെ നിനക്ക് നല്ലൊരു ഭാവി കാത്തിരിപ്പുണ്ട് എന്നും പറഞ്ഞ് എന്നെ ലണ്ടനിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയും. അത് ഈ ഒരു മൂവിയിൽ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അന്ന നേരെ സെമിയനെ കാണാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ സെമിയൻ ചോദിക്കും, ഓ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഡയറി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അന്നകത്തേക്ക് കയറിയിട്ടാണ്, ഡയറി കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ അതിന്റെ കോപ്പി ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് അവന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ സെമിയന്റെ മുഖം പതിയെ അങ്ങ് മാറും. ഓ ഇതാണല്ലേ, നിങ്ങളുടെ ഡയറി കൊണ്ടുവരാഞ്ഞതെന്താ? ഇല്ല, അതെന്തായാലും എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് കോപ്പി പോരെ. അപ്പോഴേക്കും സെമിയൻ, ഓ സോറി അന്ന, എനിക്ക് ഇന്ന് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എൻ്റെ കണ്ണട വേണം, അതേപോലെ തന്നെ ഞാൻ നല്ലതുപോലെ കുടിച്ചിട്ടുണ്ട്,
ഞാൻ വായിച്ചിട്ട് പിന്നീട് പറഞ്ഞു തന്നാ മതിയോ? നാളെ വായിച്ചു തന്നാ പോരെ എന്ന് അന്നയോട് ചോദിക്കുമ്പോൾ അന്ന പറയും, ഇല്ല കുഴപ്പമില്ല, ഞാൻ എന്തായാലും വേറെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ, അല്ല എന്നാ നിന്റെ വീട് എവിടെയാ? ഇവിടെ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ്. എന്തു പറ്റി? ഇല്ല ഞാൻ നിന്നെ കൊണ്ടാകാം. വേണ്ട, ഞാൻ ബൈക്കിലാ വന്നത്. അങ്ങനെ അന്ന നേരെ വെളിയിലേക്ക് ഇറങ്ങി വരാനായിട്ട് വരുന്ന സമയത്താണ് കിരിയിലും ഹീറോയും അവിടേക്ക് വരുന്നത്. കിരിയിലാണെങ്കിൽ നല്ലതുപോലെ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ തൂക്കിയെടുത്ത് നേരെ റൂമിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുമ്പോഴത്തേക്കും അവൻ നേരെ താഴേക്ക് വന്ന് വീണിട്ട് കുടിച്ചിട്ട് കിടന്നെങ്കിലും ബഹളം വെക്കുന്നു, നല്ല ചിരി. അപ്പോഴേക്കും ഇത് കണ്ട സെമിയാൻ പതിയെ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്കൊന്ന് അവന് 2-3 ചവിട്ടും ചവിട്ടിയിട്ട് ഇവിടെ നിന്ന് പോവാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് സെമിയന്റെ ദേഹത്തേക്ക് വെച്ചിട്ട്, ഇല്ലില്ല അവന് മതിയായെന്ന് തോന്നുന്നു പറയുമ്പോൾ, എന്റെ ദേഹത്തുനിന്ന് കൈയിറ, നീ ആരാ ഇത് മതിയായെന്നല്ല എന്നോട് പറയാനായിട്ട് എന്നുള്ള രീതിയിൽ. കാരണം ഹീറോ ഒരു ജോലിക്കാരനല്ലേ. പക്ഷെ സെമിയൻ മാത്രമേ അവനെ ഒരു ജോലിക്കാരനായിട്ട് കാണുന്നുള്ളൂ. കിരിയിൽ ഒരിക്കലും അവനെ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഹീറോ ആയാലും പതിയെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മുടെ ഹീറോയിൻ അവളുടെ ബൈക്ക് സ്റ്റാർട്ട് ആവാതെ ഇരുന്ന് കിക്കർ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര സ്റ്റാർട്ടാകാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ ഹീറോ അവിടേക്ക് വന്നിട്ടാണ് അവളോട് പറയുന്നത്, ചിലപ്പോൾ അതിൽ വെള്ളം കയറി കാണും. എന്തില്? അല്ല, വണ്ടിക്കകത്ത് വെള്ളം കയറിയതുകൊണ്ടായിരിക്കാം സ്റ്റാർട്ട് ആവാത്തത്. അപ്പോൾ അവൾ പറയും, അതൊന്നും അല്ലാന്നും പറഞ്ഞിട്ട് അവൾ വീണ്ടും ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ഹീറോ അടുത്തേക്ക് വന്ന്, ഓക്കെ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവനും 2 അടി അടിച്ച് നോക്കുകയാണ്. എന്നിട്ട് പറയും, ഇല്ല സ്റ്റാർട്ട് ആവത്തില്ല, നിങ്ങളൊരു ബസ് പിടിച്ച് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഹീറോയിൻ വീണ്ടും വന്നിട്ട് അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹീറോ പറയും, ഇല്ല നിങ്ങളെ വീട് അടുത്താണോ? ഇല്ല കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ കാറിൽ കൊണ്ടാക്കാം, ഞാനിപ്പോൾ എന്തായാലും വെറുതെ നിൽക്കുവാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ നേരെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയോട് ചോദിക്കുന്നത്, അല്ല ടാറ്റിയാന എന്ന് പറഞ്ഞൊരു പെണ്ണിനെ നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ടാറ്റിയാന എന്ന് പറയുന്നൊരു പെണ്ണല്ല, ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഇല്ല അവള് പ്രഗ്നന്റ് ആയിരുന്നു. ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ കണ്ടിട്ടില്ല. എന്തു പറ്റി? ഇല്ല ആ ഒരു പെൺകുട്ടി ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു. ഒരുപാട് മുറിവുകളായിട്ടാണ് അവൾ ഹോസ്പിറ്റലിനകത്തേക്ക് വന്നത്, അതും 14 വയസ്സുള്ളപ്പോൾ. അതുപോലെ അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, അതും ഈ ഒരു 14-ാം വയസ്സിൽ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയുടെ മുഖത്ത് ഒരു റിയാക്ഷനും കാണുന്നില്ല. കാരണം അവന് ഈ ഒരു ഇമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു റൗഡി മാത്രമാണ് അവൻ. എന്നിട്ട് എന്നെ ചോദിക്കും, അല്ല സാമിയന്റെ മകനെ ആ പെൺകുട്ടി അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ വെറും ഡ്രൈവർ മാത്രമാണ്. അവരങ്ങോട്ട് പോകാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകാൻ പറയുമ്പോൾ അതുപോലെ ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയും. അങ്ങനെ അന്നയെ നേരെ അവളുടെ വീടിനടുത്തേക്ക് കൊണ്ടാക്കുമ്പോഴത്തേക്ക് അന്നെ ചോദിക്കും, അല്ല നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടേ? ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് എന്റെ വക ഫ്രീ എന്നും പറഞ്ഞിട്ട് അവളെ ഇറക്കി വിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു പുഴയുടെ സൈഡിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയും കിരിയിലും ആ പുഴയിലേക്ക് എറിഞ്ഞ അവന്റെ ശരീരം പോലീസുകാരിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു പോലീസുകാരൻ അവിടേക്ക് വന്ന് അവന്റെ ശരീരം പരിശോധിച്ചിട്ട് അവന്റെ ശരീരത്ത് ഈ പച്ചയെല്ലാം കുത്തിയിട്ടുണ്ട്. അതെല്ലാം വെച്ച് മനസ്സിലാക്കും ഇവനും മറ്റൊരു മാഫിയ സംഘത്തിലെ ഒരാളായിരുന്നു എന്ന്, അതും ഒരു ലീഡർ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അന്നയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ അന്നയുടെ അമ്മ നേരെ അകത്തേക്ക് വന്നിട്ട് ആ ഒരു അങ്കിളിനെ വിളിച്ചിട്ടാണ് പറയുന്നത്, സ്റ്റീഫൻ നീ വായിച്ച കാര്യം അതെന്താണെന്ന് അവളോട് പറഞ്ഞു കൊടുക്ക്. അപ്പൊ അന്ന ചോദിക്കും, എന്താ സ്റ്റീഫൻ, എനിക്ക് ജോലിക്ക് പോകാനായിട്ട് സമയമായെന്ന് പറയുമ്പോൾ അവളുടെ ഡയറി എടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് അന്ന, ഇതാരാ നിങ്ങളോട് എടുക്കാൻ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് ആ ഒരു ഡയറി പിടിച്ചു വാങ്ങുമ്പോഴത്തേക്കും, അല്ല ഇത് നിനക്ക് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്താറുണ്ടേ, അതിന് ഞാൻ വേറൊരാളെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ സ്റ്റീഫൻ പറയും, ഇല്ല അന്ന നീ ഇതും കൊണ്ട് വേറെ ആരുടെ അടുത്തേക്ക് പോകുന്നില്ല. അതിലെഴുതിയിരിക്കുന്ന നസ്ലോ വാനിയ എന്ന് പറഞ്ഞാൽ അത് ബലാത്സംഗം എന്നാണ്. ഇഗ്ല എന്ന് പറഞ്ഞാൽ സൂചി, അതൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്കാണ്. അതുകൊണ്ട് നിനക്ക് ഇതിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പോലും കഴിയത്തില്ല. ഇത് വിട്ടേക്കാൻ പറഞ്ഞിട്ട് അങ്കിൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പൊ അന്നയുടെ അമ്മയായാലും അടുത്തേക്ക് വന്ന് എന്നിട്ട്, അന്ന നിനക്ക് ആ ഒരു ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അവളെ ആരോ കൊന്നതാണ്. അതുകൊണ്ട് മോളെ എന്തായാലും നമുക്കിത് വേണ്ടെന്ന് പറയുമ്പോൾ അന്ന പറയും, ഇല്ലമ്മ ഞാൻ എന്തായാലും ഇതിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ, അവളുടെ ബന്ധുക്കളെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്റ്റീൻ അവർ കൊണ്ടുപോകും, പിന്നെ ഒരിക്കലും അവൾക്ക് പുറത്തിറങ്ങാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ, അല്ല ഞാൻ ഒരു കുഞ്ഞിനെ ക്രിസ്റ്റീൻ എന്നാരാ പേരിട്ടെ? ഇല്ല എനിക്ക് അങ്ങനെ വിളിക്കാനായിട്ട് തോന്നി. വേറെ ഒന്നുമല്ല, ടാറ്റിയാന എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ മകളുണ്ടല്ലോ, ആ ഒരു കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞിനെ അന്ന ക്രിസ്റ്റീൻ എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അന്നയുടെ അമ്മ പറയും, അന്ന അങ്ങനെയാണെങ്കിൽ അങ്കിള് ഈ ഒരു ഡയറി ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാലേ ഇതെന്തായാലും നീ പോലീസിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡയറി വാങ്ങുകയാണ്. അതേസമയം ഇവിടെ കിരിയിലിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവൻ ഇപ്പോൾ കുറെ പെൺകുട്ടികളെയും അതേപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് ഇതെല്ലാം വെച്ചിട്ട് ഒരു പാർട്ടി പോലെ അവന്റെ റൂമിൽ ഇങ്ങനെ നടത്തുകയാണ്. സത്യം പറഞ്ഞാൽ ഇവൻ ഈ ഒരു കാശിന്റെ കഴപ്പെന്നൊക്കെ പറയുമല്ലോ, അത് തന്നെയാണ് കാശിന്റെ അഹങ്കാരം. അത്രയും പെൺകുട്ടികളുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുപോലെയാണ് നിൽക്കുന്നത്. അതുപോലെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഇപ്പോൾ ഒരു പെണ്ണെ അടുത്തേക്ക് ഇരുത്തിയിട്ട് അവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ കിരിയിൽ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത്, ഹേ നിക്കോൾ, ദേ ഇതിലേതെങ്കിലും ഒരു പെൺകുട്ടിയെ നീ ഇപ്പോൾ സെലക്ട് ചെയ്ത് അവളോടൊപ്പം സെക്സ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഹേ ഇല്ലില്ല അതിന്റെ ആവശ്യമില്ല, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നതും, ഇല്ല ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ, ആരെങ്കിലും ഒരാൾ നീ ഇപ്പോൾ തിരഞ്ഞെടുത്തേ പറ്റൂ, എന്താണ് നിന്റെ ആണത്തോന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഹീറോയെ നിർബന്ധിക്കുകയാണ്. ഹീറോയ്ക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ ഹീറോ സെലക്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അവളുമായിട്ട് സെക്സ് ചെയ്യാണ്. ആ ഒരു പെണ്ണായാലും താല്പര്യമില്ലാതെ അവിടെ നിൽക്കുന്നു.
അതേസമയം ഈ ഒരു ഡയറിയിൽ ടാറ്റിയൻ എഴുതിയ കാര്യങ്ങളുടെ ബാക്കി ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ലണ്ടനിലേക്ക് വന്നതിന് ശേഷം അവളുടെ സുഹൃത്ത് പറഞ്ഞു, ഇതുപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി പാടിക്കഴിഞ്ഞാൽ നല്ലതുപോലെ പണം കിട്ടും, ഒരാഴ്ചക്കകം തന്നെ ഒരുപാട് പണം സമ്പാദിക്കാൻ കഴിയുമെന്ന്. അങ്ങനെയാണ് ടാറ്റിയാന അവസാനം സെമിയന്റെ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം വരെ ആ ഒരു ഡയറിയിൽ വായിക്കുന്നതായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് കിരിയനോട് പറയും, ശരി നീ ഒന്ന് പുറത്ത് നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അവൻ ഡ്രസ്സ് മാറുന്ന സമയത്ത് ആ ഒരു പെണ്ണിനോട് ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ പേരെന്താണ്, നീ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നേ, നിന്റെ ഗ്രാമം ഏതാണ് എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കി, ഇനി കുറച്ച് നാളെങ്കിലും ജീവിച്ചിരിക്കാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് കുറച്ച് പണം അവളുടെ അടുത്തേക്ക് വെച്ചു കൊടുക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോ ഒരു റൗഡിയാണെങ്കിലും അവനൊരു നല്ല മനസ്സുണ്ട്. പക്ഷേ ഈ ഒരു കിരീൽ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവൻ പറയുന്നത് കൊണ്ടാണ് ഇവനിപ്പോൾ ഹീറോ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ പോലും ചെയ്യുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ അന്നയാണെങ്കിൽ ഇപ്പം ആ ഒരു കുട്ടീനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു കുട്ടിയെ നല്ലതുപോലെ നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് അവിടേക്ക് കൊണ്ട് കിടത്തുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ആരാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സെമിയൻ അവൻ എങ്ങനെയോ ഒരു ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ച് ഇവിടേക്ക് വന്നു. അപ്പോൾ എന്നെ പറയും, ഇല്ല നിങ്ങൾക്കാർക്കും ഇതിനകത്തേക്ക് വരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ, ഇല്ല എന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് വന്ന്, ഓ ഇതാണല്ലേ ആ ഒരു കുട്ടി, ഞാനൊന്ന് കണ്ടോട്ടെ എന്നും പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ടാണ് ഇപ്പോൾ അന്നയോട് പറയുന്നത്, അന്ന ഞാൻ ആ ഒരു ഡയറി വായിച്ചു, അതിൽ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അതും എൻ്റെ മകനെ പറ്റി. അവൻ്റെ പേര് അതിൽ ഒരുപാട് തവണ പരാമർശിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ ചെയ്ത ഒരുപാട് കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട്. അവനൊരു നല്ല പയ്യൻ തന്നെയാണ്. അവൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അവനിങ്ങനെ വഴിതെറ്റി പോയതാണ്. എന്തായാലും ഈ ഒരു കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറി പോലീസിലേക്ക് കൊണ്ട് ഏൽപ്പിക്കാം. എന്നിരുന്നാലും എൻ്റെ മകനെ ഇതിലേക്ക് വലിച്ചെടുക്കരുത്, അവൻ്റെ കാര്യം ഞാൻ നോക്കാം, നമുക്കിതൊരു ഡീലായിട്ട് തന്നെ വെക്കാം. എന്നിട്ട് ടാറ്റിയാനയുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് കുഞ്ഞിനെ ഞാൻ എന്തായാലും അവളുടെ കുടുംബത്തിൽ ഏൽപ്പിക്കാം. ഓക്കെ അന്ന, നിനക്ക് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ വേറൊരു നേഴ്സ് അവിടേക്ക് വന്നിട്ട് അന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലില്ല അദ്ദേഹം വെറുതെ വന്നതാണ് എന്ന് പറയുന്നതും സെമിയൻ പെട്ടെന്ന്, ഓക്കെ അന്ന നീ എവിടെയാണെന്ന് എനിക്കും അറിയാം, ഞാൻ എവിടെയാണെന്ന് നിനക്കും അറിയാം എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇതൊരു ഡീലായിട്ട് തോന്നുന്നില്ല, ഒരു ഭീഷണിപ്പെടുത്തൽ പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അതേസമയം ഇവിടെ വീട്ടിലെ സ്റ്റീഫൻ അങ്കിളും ഹെലൻ അമ്മയുണ്ടല്ലോ, ഇവര് രണ്ടുപേരും ആ ഒരു ഡയറി, സ്റ്റീഫൻ ആ ഒരു ഡയറി ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കും, ഹെലൻ ആണെങ്കിൽ അത് മറ്റൊരു പേപ്പറിലേക്ക് എഴുതും. അപ്പോൾ ഈ ഒരു ഡയറിയിൽ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടെസ്റ്റ്. കിരീലിന്റെ പേര് അതിൽ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കിരീൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, എന്നെ ബലാത്സംഗം ചെയ്യാനായിട്ട്, എന്നെ റേപ്പ് ചെയ്യാനായിട്ട് അവൻ ശ്രമിച്ചു, പക്ഷെ ഒരിക്കലും ഞാൻ അതിന് സമ്മതിച്ചില്ല. എന്നിരുന്നാലും അവൻ നിർത്താതെ എന്നെ അടിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അവന്റെ അച്ഛൻ ഇറങ്ങി വന്നു, എന്നിട്ട് അവന്റെ അച്ഛനാണ് എന്നെ റേപ്പ് ചെയ്തത് എന്ന് ഇങ്ങനെ പറയുന്നതും, സത്യം പറഞ്ഞാൽ കിരീലല്ല ഒരിക്കലും അവളെ ഒന്നും ചെയ്തത്, അവന്റെ അച്ഛനായിട്ടുള്ള സെമിയനായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് സെമിയൻ ഇപ്പോ ഹീറോയിനോട് ആ ഒരു ഡീല് സംസാരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നത്. കാരണം അവൻ പെടുവെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വന്നിരിക്കുമ്പോൾ ഇവരായാലും ഹീറോയിൻ നോക്കിയിട്ട്, എന്ത് പറ്റി മോളെ? ഇല്ല, ആ ഒരു റെസ്റ്റോറൻറ്റിലെ അയാൾ എന്നെ കാണാനായിട്ട് വന്നിരുന്നു, എന്നിട്ട് എന്നോട് ഒരു ഡീല് സംസാരിച്ചു, അതൊരു ഡീലായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയില്ല എന്ന് പറയുമ്പോൾ ആ അങ്കിള് പറയും, എനിക്ക് അപ്പോഴേ അറിയാം, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അയാളുടെ അടുത്തേക്ക് പോരുതെന്ന്. അപ്പൊ അന്ന പറയും, അതെ അത് എന്റെ തെറ്റ് തന്നെയാണെന്ന് പറയുമ്പോൾ അന്നയുടെ അമ്മ പറയും, ഇനിയിപ്പോൾ ഇത് ആരുടെയും തെറ്റല്ല, നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാന്ന് പറയുമ്പോൾ സ്റ്റീഫൻ പറയും, എൻ്റെ ഒരു സുഹൃത്ത് ഉക്രൈനിലുണ്ട്, അവന്റെ കയ്യിൽ നിന്നും എനിക്കൊരു തോക്ക് കിട്ടും, പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായാലും കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഈ ഒരു അങ്കിള് ഇതുപോലെ സൈനികരെ സഹായിച്ചിട്ടുണ്ട്, ആ ഒരു രീതിയിലാണ് തോക്ക് കിട്ടുമെന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഈ ഹെലൻ ചോദിക്കും, അല്ല അയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അയാൾക്ക് ആ ഒരു ഡയറി വേണം, പകരം ടാറ്റിയാനയുടെ കുടുംബ അഡ്രസ്സ് അത് ഞങ്ങൾക്ക് തരും. അപ്പോൾ സ്റ്റീഫൻ അങ്കിള് പറയും, അപ്പൊ അയാളായിട്ട് ഒരു കരാർ നടത്താൻ പോകണം. അപ്പൊ അന്നയുടെ അമ്മ പറയും, സ്റ്റീഫൻ ഇതൊരു കരാറല്ല, കൈമാറ്റമാണ്. എന്തു തന്നെ ആവട്ടെ, ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തന്നത് ഇതിനകം മറന്നുപോയോ? അവരെത്ര ദുഷ്ടരാണെന്ന് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, പിന്നെ അവരുമായിട്ട് ഡീൽ ചെയ്യാൻ എന്തിനാ പോകുന്നേ എന്ന് ആ ഒരു അങ്കിൾ ചോദിക്കുമ്പോൾ അന്നയുടെ അമ്മ പറയും, സ്റ്റീഫൻ ഇത് നമ്മുടെ ലോകമല്ല, നമ്മൾ വെറും സാധാരണക്കാരൻ മാത്രമാണ്, നമ്മൾ ഇതിൽ ഇടപെടേണ്ടെന്ന് പറയുമ്പോൾ അന്നയായാലും പറയുന്നുണ്ട്, ടാറ്റിയാന അവളൊരു സാധാരണ പെൺകുട്ടിയായിരുന്നു, അത് 14 വയസ്സുള്ള ഒരു പെൺകുട്ടി. അത് കഴിഞ്ഞിട്ട് ഇവിടെ കിരീലിനെ ഹീറോയെ കാണിക്കുമ്പോൾ കിരീൽ ഇപ്പോൾ ഒരു വണ്ടി നിറയെ കുറെ മദ്യം കൊണ്ടുവന്നിട്ടാണ് ഹീറോയോട് പറയുന്നത്, ഇത് കുടിച്ചു നോക്ക് എന്നും പറഞ്ഞിട്ട് ഒരു കുപ്പിയെടുത്ത് കൊടുത്തിട്ട്, നമുക്ക് രണ്ടുപേർക്കും ഡീൽ ചെയ്യാം, അച്ഛനറിയാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇറക്കുമതി കയറ്റുമതി ചെയ്യാൻ കഴിയും, അതും കൂടുതൽ ഡ്രഗ്സ് ആണ്, നല്ല രീതിയിൽ നമുക്ക് സമ്പാദിക്കാൻ കഴിയും, നീ അതിന് സമ്മതിക്കോ? അച്ഛനോട് നീ എന്തായാലും പറഞ്ഞാൽ മതി എന്നെല്ലാം പറയുമ്പോൾ അവന്റെ അച്ഛൻ സെമിയൻ അവിടേക്ക് വന്നിട്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വന്ന് കിരീലിനെ ഒരടി ഓടിച്ചിട്ടാണ് പറയുന്നത്, നിന്റെ സുഹൃത്ത് മരിച്ച കാര്യം നിനക്കറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല അവൻ മരിച്ചതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുമ്പോൾ, വേറെ ആരുമല്ല, ഇവര് നേരത്തെ ഒരാളെ കൊന്നിട്ട് ആ ഒരു പുഴയിലേക്ക് കൊണ്ടെറിഞ്ഞല്ലോ, അവന്റെ കാര്യമാണ് പറയുന്നത്, അത് ചെയ്തത് നീയാണെന്ന് എനിക്കറിയാം എന്ന് സെമിയൻ കിരീലിനോട് പറയുമ്പോൾ അവൻ അതൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ഇടയ്ക്ക് കയറിയിട്ട്, സാർ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നും പറഞ്ഞ് അയാളെ നേരെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട്, അവനാണെങ്കിലേ നിങ്ങളെപ്പറ്റി മോശമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു, അതൊരിക്കലും കിരീലിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് അവനെ കൊന്നത്, വേറെ വഴിയില്ലാതെ
ഞങ്ങൾക്കത് ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോഴത്തേക്കും സെമിയൻ പറയും, ഓക്കെ, നിന്നെപ്പറ്റി എനിക്കറിയാം, നീ നല്ല ബുദ്ധിയുള്ള ഒരാളാണ്, എന്നെ മാറി രക്ഷിക്കാൻ നീ പലതും പറയും. പക്ഷെ മരിച്ച ആ ഒരു പയ്യന് സഹോദരങ്ങളുള്ള കാര്യം നിനക്കറിയോ? അവരെങ്ങനെയുള്ളവരാണെന്നറിയാലോ. അതെല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്യണം. അതുപോലെ അവൻ കൊണ്ടുവച്ചിരിക്കുന്ന ആ ഒരു സാധനങ്ങൾ അതെല്ലാം ഇവിടെ നിന്നും ഇപ്പൊ തന്നെ മാറ്റണമെന്ന് പറഞ്ഞ് സെമിയൻ നേരെ അകത്തേക്ക് കയറിപ്പോവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ, അവളുടെ അമ്മ, ആ ഒരു അങ്കിള്, ഇവർ മൂന്നുപേരും ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അങ്കിളാണെങ്കിലേ നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പോൾ അന്നെ പറയുന്നുണ്ട് നോർമലായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നേ എന്നെല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ അവിടേക്ക് വരും. വേറെ ഒന്നുമല്ല, ഇവർ ആ ഒരു ഡീൽ ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ഡയറി സെമിയനെ കൊടുക്കാന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കാൻ വന്നതാണ് ഹീറോ. അങ്ങനെ ഹീറോ അകത്തേക്ക് വന്നിട്ട്, നല്ല സ്ഥലമാണല്ലോ തിരഞ്ഞെടുത്തത്, പബ്ലിക് പ്ലേസ്, ഇവിടെ ആണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഓക്കെ, നല്ല കാര്യം, ആ ഒരു ഡയറി തരാൻ പറയുന്നതും ഹീറോയിൻ ആ ഒരു ഡയറി എടുത്ത് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ അവനായാലും ആ ഒരു ഡയറി വാങ്ങിയിട്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കും, അല്ല ടാറ്റിയനയുടെ ആ ഒരു അഡ്രസ്സ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ഏത് അഡ്രസ്സ്, അതൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ ആ ഒരു ബുക്കും വാങ്ങി പോകുമ്പോഴത്തേക്കും ഈ ഒരു അങ്കിൾ പറയും, ഞാൻ പറഞ്ഞ ഒരു പറ്റിക്കോന്ന്, ഞാൻ അപ്പോഴേ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഹീറോയിൻ ഹീറോയുടെ പുറകെ ചെന്നിട്ടാണ് ചോദിക്കുന്നത്, നീ ആ ഒരു ഡയറി വായിച്ചു നോക്ക്, അവൾക്ക് വെറും 14 വയസ്സായിരുന്നു. അപ്പോഴാണ് അയാള് അവളെ ബലാത്സംഗം ചെയ്തത്. നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് അവളെ കൊല്ലുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോ പതിയെ സമാധാനത്തിൽ അവളോട് പറയും, ആദ്യം നീ ദേഷ്യം ഒന്ന് കുറയ്ക്ക്. ഈ ദേഷ്യം വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. അത് കാരണം ആളുകൾ ഒരുപാട് മണ്ടത്തരം ചെയ്യും. അതുകൊണ്ട് നീ ഇതെല്ലാം മറക്കണം, ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ. നീ ഇപ്പോൾ വളരെ തെറ്റായിട്ടുള്ള സ്ഥലത്താണുള്ളത് അന്ന. നിനക്ക് നല്ലൊരു ഫാമിലി അകത്തുണ്ട്, അവിടെയാണ് നല്ല ആളുകളുള്ളത്. അതുകൊണ്ട് എന്നെ പോലെയുള്ള മോശമായിട്ടുള്ള ആളുകളിൽ നിന്നും അകന്ന് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഭീഷണി സ്വരത്തിലൊന്നല്ല പറയുന്നത്, വളരെ കാര്യമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അവൻ അറിയാം ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് അവൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ കുടുംബത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന്. അതുപോലെ നമ്മുടെ ഹീറോയ്ക്ക് അന്നയോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അതേസമയം അന്നയുടെ അങ്കിളും അമ്മയും വെളിയിലേക്ക് ഇറങ്ങി വന്ന് ആ ഒരു അങ്കിള് ഹീറോയെ നോക്കിയിട്ട് അവനൊരു തെറിയും പറഞ്ഞ് അവന്റെ മുഖത്തേക്ക് ഇങ്ങനെ തുപ്പിയിട്ട് അങ്ങ് പോവും. പക്ഷെ ഹീറോ ഒന്നും ചെയ്യത്തില്ല, അവൻ സമാധാനത്തോടെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചു വന്ന് അവിടെ ഇരുന്ന് ഈ ഒരു ഡയറി വായിക്കാണ്. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല്, അവളെ ഒരുപാട് ദിവസം ആ ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടു. അതേപോലെ തന്നെ എല്ലാ ദിവസവും അവളെ കുത്തിവെക്കും, അതും ഡ്രഗ്. പല ദിവസവും അവൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് അവൾ പെരുമാറുന്നത്. കൂടാതെ അവൾക്ക് ഗർഭം ധരിക്കാതിരിക്കാൻ വേണ്ടി അതിനുള്ള മരുന്നുകളും ഒരുപാട് കൊടുക്കുമായിരുന്നു. ഇങ്ങനെ പല രീതിയിൽ അവളെ പീഡിപ്പിച്ചാണ് അവസാനം അവൾ പ്രഗ്നന്റ് ആയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് മരണപ്പെട്ടത്. അപ്പൊ ഇതെല്ലാം വായിച്ചിട്ട് ഹീറോ അതൊന്നും മനസ്സിലാക്കുന്നതല്ലാതെ അവനിപ്പോ ഒന്നും ചെയ്യാനും കഴിയത്തില്ല. അവന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷൻ അങ്ങനെ വരുന്നില്ല. അപ്പോഴേക്കും സെമിയൻ നേരെ അവിടേക്ക് വന്ന് ആ ഒരു ഡയറി വാങ്ങിയിട്ട്, ഓക്കെ, എന്റെ മകനെ പറ്റി നീ നേരത്തെ പറഞ്ഞ കാര്യം അത് വെറും കള്ളമാണെന്ന് എനിക്കറിയാം. അവനെ സംരക്ഷിക്കാൻ വേണ്ടി നീ എന്നോട് കള്ളം പറഞ്ഞതല്ലേ, സത്യം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ സത്യമായിട്ടുള്ള കാര്യം പറയും. എന്നിട്ട് സെമിയൻ പറയും, എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അതെന്തായാലും ശരിയാക്കിയേ പറ്റൂ എന്നും പറഞ്ഞ് ആ ഒരു ഡയറി ഒരിടത്തേക്ക് കൊണ്ടുവച്ചിട്ട് ആ ഒരു ഡയറി അങ്ങ് കത്തിച്ച് കളയും. എന്നിട്ട് ഹീറോയോട് പറയും, നിനക്ക് അന്നയുടെ അങ്കിളിനെ അറിയത്തില്ലേ, അയാൾ എവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് അയാളെ നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവാണ്. വേറെ ഒന്നുമല്ല, അന്നയുടെ അങ്കിള് സ്റ്റീഫനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹീറോയോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹീറോ ആയാലും അത് ചെയ്യാന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ഒരിടത്തു നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് അവളുടെ ബൈക്കുമായിട്ട് ഹീറോ അവിടെ നിൽക്കുന്നു. ഇത് അവിടെ ഇരുന്ന് ആരെങ്കിലും മോഷ്ടിച്ചിട്ട് പോകുന്നതിന് മുന്നേ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാന്ന് വെച്ചു. അതുപോലെ നീ ചോദിച്ച ആ ഒരു അഡ്രസ്സ് അത് എന്റെ കയ്യിലുണ്ട്, അത് ചെറിയൊരു ഗ്രാമമാണ്. അതുപോലെ എനിക്കറിയാം ആ ഒരു സ്ഥലം ഒരിക്കലും ഒരു ചെറിയ കുട്ടിക്ക് വളരാൻ പറ്റിയൊരു സ്ഥലമല്ല. ആ ഒരു കുട്ടി വളരേണ്ടത് ഇവിടെയാണ്. കഴിയുമെങ്കിൽ നീ തന്നെ ആ ഒരു കുട്ടിയെ നോക്ക്. നിങ്ങളെപ്പോലെയുള്ള നല്ല ആളുകളുടെ ഇടയിൽ ആ ഒരു കുട്ടി വളർന്നാലേ ശരിയാവത്തുള്ളൂ. ഇതെന്റെ അഭിപ്രായമാണ്, വേണമെങ്കിൽ നിനക്ക് അത് സ്വീകരിക്കാം. എന്നിട്ട് ആ ഒരു അഡ്രസ്സ് കൊടുക്കുമ്പോൾ അന്നയാണെങ്കിൽ അത് വാങ്ങിയിട്ട്, അപ്പോൾ നീ ആ ഒരു ഡയറി വായിച്ചു അല്ലേ, എന്നിട്ട് നിനക്ക് എങ്ങനെ ഇത് തുടരാൻ കഴിയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ എഴുന്നേറ്റ് എന്നിട്ട് പറയും, ഞാൻ വേറൊരു ഡ്രൈവറാണ് എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെയുണ്ട് എല്ലാ കാര്യങ്ങളും. അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. മോശപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിലൊന്നും നടക്കത്തില്ല എന്ന് ഹീറോയ്ക്ക് അറിയാം. അപ്പൊ എന്നെ ചോദിക്കും, അല്ല നീ ഇതിപ്പോ എന്തിനാ എനിക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എനിക്കറിയത്തില്ല, ഞാൻ ഇതിലെ പോയപ്പോൾ നിന്റെ കയ്യിൽ തന്നു എന്നും പറഞ്ഞിട്ട് അവളോട് ആ ഒരു ഇഷ്ടവും പറയാൻ പറ്റുന്നില്ല. അതുമല്ല, നിന്റെ ഈ ഒരു ബൈക്ക് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, നിന്റെ അങ്കിൾ ഇതുപോലെ ആ ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് ഹീറോ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും ആദ്യത്തെ സീനിൽ ഒരുത്തനെ കൊന്നല്ലോ, ഒരു ബുദ്ധി വളർച്ചയില്ലാത്തൊരു പയ്യൻ, അവൻ ഇപ്പോൾ കുറെ ആളുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. എന്തോ ഒരു സ്ട്രൈക്ക് എന്തോ നടക്കാണ്. അപ്പൊ അതില് മുദ്രാവാക്യെല്ലാം വിളിച്ച് നടന്നു പോകുന്നതും ഒരു സെമിത്തേരി എത്തും. അവിടെ എത്തുമ്പോഴത്തേക്ക് ഇവനൊന്ന് മൂത്രമൊഴിക്കാന്നും പറഞ്ഞിട്ട് അതിലുള്ള ഒരു കല്ലറയുടെ അടുത്തേക്ക് ചെന്ന് അതിൽ മൂത്രമൊഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവന്റെ പുറകെ രണ്ടുപേര് വന്നിട്ട് ഇത് അവന് വേണ്ടിയാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവന്റെ കഴുത്തിൽ പിടിച്ച് എന്തോ ചെയ്തിട്ടങ്ങ് പോവാണ്. കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ആഹാ, അവന്റെ കഴുത്തിൽ നിന്നും രക്തം നല്ലതുപോലെ പുറത്തേക്ക് വന്നിട്ട് അവൻ അവിടെ വെച്ച് മരണപ്പെടുന്നു. വേറെ ഒന്നുമല്ല, ഇവൻ സ്റ്റാർട്ടിങ്ങിൽ കൊന്നല്ലോ, അതിനുള്ള പ്രതികാരമായിട്ട് അവന്റെ ആളുകൾ ചെയ്താണിത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സെമിയാന്റെ ആ ഒരു വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് അവിടെ ഇപ്പോൾ മറ്റൊരു പാർട്ടി നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പാർട്ടിയിൽ
വേറെ ആരോ വന്നിട്ട് നമ്മൾ സെമിയാനെ വെളിയിലേക്ക് വിളിക്കും. സെമിയാൻ വെളിയിലേക്ക് വരുമ്പോൾ ആ ഒരു ബാർബർ ഷോപ്പിലെ മൊട്ടയപ്പൂവനാണ്. അയാളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മകൻ ചെയ്ത ആ ഒരു കാര്യം അവരറിഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ അവരെന്നെ ഭീഷണിപ്പെടുത്തിയേക്കാണ്. ഒന്നുകിൽ എന്നെ കൊല്ലും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകനെ കിരീലിനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതെനിക്ക് നിങ്ങളോട് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലും, കാരണം എനിക്ക് അവരെക്കാട്ടിലും പേടി നിങ്ങളെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും സെമിയാൻ എത്രത്തോളം വലിയൊരു റൗഡിയാണെന്ന് അറിയാലോ. അപ്പോൾ സെമിയാൻ പറയും, ഇനി ഒരിക്കലും എൻ്റെ മകനെ പറ്റിയുള്ള ഒരു കാര്യവും നീ ഇവിടെ വന്ന് പറഞ്ഞു പോരുത്, ഇതായിരിക്കണം അവസാനത്തേത്. ഓക്കെ സാർ, അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ അവർക്ക് എൻ്റെ മകനെ ഏൽപ്പിക്കുന്ന കാര്യം അതൊരു 2 ദിവസത്തെ സമയം എനിക്ക് തരണം, അത് കഴിഞ്ഞ് അവനെ എന്തായാലും ഞാൻ അവരെ ഏൽപ്പിക്കാം എന്നും പറഞ്ഞിട്ട് ആ ഒരു മുട്ടയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അതേസമയം ഇവിടെ അന്ന ആ ഒരു ഡയറിയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി വായിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ അന്നയുടെ ആ ഒരു അങ്കിൾ ഉണ്ടല്ലോ, അയാളുടെ പുറകെ നമ്മുടെ ഹീറോ ഇങ്ങനെ ഫോളോ ചെയ്യുന്നു. അയാളെ ഇനി കൊന്നോ ഇല്ലയെന്ന് അറിയത്തില്ല, ആ ഒരു സീൻ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അന്നയാണെങ്കിലോ ഇപ്പൊ ഇവരുടെ വീടിന് വെളിയിൽ വരുന്ന നിൽക്കുമ്പോഴത്തേക്കും കിരിയനും ഹീറോയും പതിയെ അകത്തേക്ക് കയറിപ്പോവും. എന്നിട്ട് ഇവന്റെ ഫാമിലിയെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പോൾ ഹീറോ ഇത് കണ്ടിട്ട് അന്നയോട് പറയും, അന്ന ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ അന്നയാണെങ്കിൽ അവന്റെ ഫാമിലിയെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ കിരിയല്, ഹേയ് അവൾ എന്തായി സംസാരിക്കുന്നേ? ഇല്ല കിരിയല, ഒന്നുമില്ല, അതൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവൾ പറയും, നിന്റെ അച്ഛൻ കാരണം 14 വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടു. അവളുടെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ അച്ഛൻ നിന്റെ അച്ഛനാണെന്ന് ഇങ്ങനെ പറയുന്നത്, എന്റെ അച്ഛനെ പറ്റി മോശമായിട്ടുള്ള ഒന്നും പറയരുതെന്നും പറഞ്ഞ് കിരിയൽ പെട്ടെന്ന് വന്ന് ഹീറോയിനെ പിടിച്ചിട്ട്, ഇനി എന്റെ അച്ഛന്റെ പേരൊരിക്കലും നീ പറഞ്ഞു പോരുതെന്നും പറഞ്ഞിട്ട് കിരിയൽ അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ എന്നെ ഹീറോയെ നോക്കിയിട്ട്, ഞാൻ പറയുന്ന കാര്യം അവനോട് പറയും. ഹീറോ തിരിഞ്ഞ്, എന്തു പറയാനായിട്ട്? പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, അടിമകൾ എപ്പോഴും അടിമകളെ പ്രസവിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയും പറയും, ഞാൻ പറഞ്ഞത് അയാളോട് പറഞ്ഞാൽ മാത്രം മതി എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കാണ് സെമിയൽ ഇപ്പോ കിരിയലിനോട് പറയും, കിരിയൽ നീ താഴെ പോയിട്ട് കുറച്ച് വൈൻ കുപ്പികൾ അകത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോഴത്തേക്കും കിരിയൻ പെട്ടെന്ന് ആ ഒരു കാര്യം നമ്മുടെ ഹീറോയോട് പറയും, നിക്കോൺ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, പോയി എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ, ഇല്ലില്ല കിരിയൽ നീ തന്നെ പോയിട്ട് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിക്കോളിനോട് സംസാരിക്കണം. എന്താ അച്ഛാ, ഞാനില്ലാതെ എന്ത് കാര്യമാ? കിരിയൽ നിന്നോട് പറഞ്ഞത് മാത്രം കേട്ടാൽ മതി എന്നും പറഞ്ഞിട്ട് അവനെ താഴേക്ക് പറഞ്ഞു വിടും. അങ്ങനെ അവൻ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഹീറോയോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ നേരെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് നോക്കുമ്പോൾ കിരിയൽ അവിടെ ഇരുന്ന് കുടിക്കുന്നു. എന്നിട്ട് ഹീറോയോടും കുടിക്കാൻ പറയും. അപ്പോൾ ഹീറോ വേണ്ടാന്ന് പറയുമ്പോൾ, എന്ത് ഞാൻ പറഞ്ഞാൽ നീ കേൾക്കത്തില്ലേ എന്നും പറഞ്ഞിട്ട് അത് കയ്യിൽ കൊടുക്കുന്നത് ഹീറോ അത് വാങ്ങി ഇങ്ങനെ കുടിക്കുകയാണ്. എന്നിട്ടാണ് കിരിയലിനോട് പറയുന്നത്, നിന്റെ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞു, എന്റെ ശരീരത്തിൽ ഒരു 5 സ്റ്റാറുകൾ വെക്കാനായിട്ട്, ഞാനത് സമ്മതിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും കിരിയലിന് കാര്യം മനസ്സിലായി, ഹീറോയെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നെന്ന്. അതുകൊണ്ട് തന്നെ കിരിയൽ പെട്ടെന്ന് ഹീറോയെ വന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു പച്ച കുത്താൻ വേണ്ടി ഒരു 4 പേര് ഇവിടേക്ക് വരുന്നു. അപ്പൊ ഇവരും കൂടി ചേർന്നിട്ട് വേണം ഈ ഒരു പച്ച കുത്താൻ. കാരണം ഈ ഒരു മാഫിയ സംഘങ്ങളുണ്ടല്ലോ, അവരുടെ പ്രധാനപ്പെട്ട ഒരു അടയാളം പോലെയാണ് ഈ ഒരു പച്ച കുത്തുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഹീറോയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവന്റെ ദേഹത്ത് ആ ഒരു 5 പച്ചകൾ ഇങ്ങനെ കുത്താണ്. സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള അടയാളങ്ങൾ കിരിയലിന്റെ ദേഹത്തുകൊണ്ട്, അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ ദേഹത്തും ഈ ഒരു പച്ച കുത്തുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അന്നയുടെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കും അന്നയുടെ അമ്മ നേരെ അവളുടെ അടുത്തേക്ക് വന്നിട്ടാണ്, അങ്കിൾ സ്റ്റീഫനെ ഇപ്പോൾ 2 ദിവസമായിട്ട് കാണാനില്ല, എവിടെ പോയെന്ന് ഒരു വിവരമില്ല. സാധാരണ എവിടെയും പോകുമ്പോഴത്തേക്കും വല്ല പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുമല്ല ആ ഒരു ഡ്രൈവറിന്റെ മുഖത്ത് തുപ്പിയതിനു ശേഷം അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും, ഇല്ലില്ല അവൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്ന് പറയുമ്പോൾ, അല്ല അപ്പോൾ നീ അവനോട് സംസാരിക്കാറുണ്ടല്ലേ, എന്താ സംസാരിച്ചത് എന്നെല്ലാം ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ നേരെ ആ ഒരു മൊട്ടയപ്പൂവനുണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ഇവര് രണ്ടുപേരും ഈ സ്റ്റീം ബാത്ത് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ചെന്ന് ഈ ഒരു അപ്പൂപ്പൻ അവനോട് കുറേ നേരം സംസാരിച്ച്, ശരി എനിക്ക് പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ അപ്പൂപ്പൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും അവിടേക്ക് 2 പേര് വരുന്നു. ഇവർ വേറെ ആരുമല്ല, നമ്മുടെ കിരിയൻ ആദ്യം കൊന്ന ആ ഒരുത്തനുണ്ടല്ലോ അവന്റെ കൂടെയുള്ള 2 പേരാണ്. ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, നമ്മുടെ ഹീറോയുടെ ദേഹത്ത് ആ ഒരു പച്ച കുത്തിയത് സത്യം പറഞ്ഞാൽ സെമിയന്റെ മകൻ കിരിയൽ ആരാണെന്ന് കൊല്ലാൻ വരുന്നവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയെ അവന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് കൊല്ലാനായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യും. അങ്ങനെ ഇവർ 2 പേരും അകത്തേക്ക് ചെന്ന് നമ്മുടെ ഹീറോയായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും ഹീറോ നല്ലതുപോലെ തന്നെ അവരോട് തിരിച്ചും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീറോയുടെ ദേഹത്തും ഒരുപാട് മുറിവുകൾ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ഫൈറ്റ് എന്തായാലും എനിക്ക് കാണിച്ചു തരാൻ കഴിയത്തില്ല, കാരണം ഹീറോ ഫുൾ ന്യൂഡായിട്ടാണ് ഈ ഒരു ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം പോസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സീൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഈ ഒരു ഫൈറ്റിന്റെ അവസാനം ഹീറോ ആ വന്ന 2 പേരെയും കൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവനെ കാണാൻ വേണ്ടി നമ്മുടെ അന്ന വരികയാണ്. അന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ടാണ് ഹീറോയോട് ചോദിക്കുന്നത്, അല്ല എൻ്റെ അങ്കിൾ സ്റ്റീഫൻ, അദ്ദേഹത്തെ നീ എന്തെങ്കിലും ചെയ്തോ? നിന്റെ മുഖത്ത് തുപ്പിയതിനു ശേഷം അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഹീറോ ഇതുപോലെ സത്യം പറയും, സെമിയൻ നിന്റെ അങ്കിളിനെ കൊല്ലാൻ വേണ്ടി എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും അത് ചെയ്തില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ ഫ്രാൻസിൽ ഒരു ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും അദ്ദേഹം ഇവിടേക്ക് വരത്തില്ല.
നിങ്ങൾക്ക് എപ്പോ ആണെങ്കിലും അവിടേക്ക് പോയി കാണാം. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ ഒരു പോലീസുകാരനുണ്ടല്ലോ ഹീറോയെ കാണാനായിട്ട് വരികയാണ്. അവിടെ വെച്ചിട്ടാണ് ഹീറോ അയാളോടൊപ്പം തനിച്ച് സംസാരിക്കുന്നത്. അതിൽ ഹീറോ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സെമിയനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അയാൾ ചോദിക്കും എന്ത് കാരണം കൊണ്ട്? ബലാത്സംഗം, 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിന്. ഇതിന് തെളിവ്? ആ ഒരു പെൺകുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, ആ ഒരു പെൺകുട്ടി മരിച്ചുപോയി. പിന്നെ എങ്ങനെ? ആ ഒരു പെൺകുട്ടിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. ആ ഒരു കുഞ്ഞിന്റെ DNA-യും സെമിയന്റെ DNA വെച്ച് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അവനെ പിടിക്കാൻ കഴിയും. ജീവിതകാലം മുഴുവൻ അവനെ അറസ്റ്റ് ചെയ്ത് വെക്കാൻ കഴിയും. അതിന് അവന്റെ ശരീരത്തിൽ നിന്നും കുറച്ച് രക്തം മാത്രം എടുത്താൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം വീണ്ടും സെമിയന്റെ ആ ഒരു കുടുംബത്തിൽ എന്തോ ഒരു പാർട്ടി നടക്കാൻ പോണ്. അപ്പോൾ കിരിയിലാണെങ്കിലും ആ ഒരു ബലൂണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി മുകളിലേക്ക് എറിഞ്ഞിട്ട് ഒരു ചെറിയ പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കാണ് കാണിക്കുമ്പോൾ കുറച്ച് പോലീസുകാർ വെളിയിലേക്ക് വന്നിട്ട് അകത്തേക്ക് കയറി പോകുന്നു. കുറച്ച് കഴിഞ്ഞ് കിരിയിൽ നേരെ അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛൻ അവരെന്തിനാ വന്നേ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല, അവരെന്തോ രക്തം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, കാരണം എന്താണെന്ന് അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ കിരിയലിനോട് ഇപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കിരിയിലുണ്ടല്ലോ അവനിപ്പോൾ ഒരു ലിഫ്റ്റിൽ എന്തോ ഒരു ബാഗുമായിട്ട് ഇങ്ങനെ പോകുന്നു. ഇത് കാണുന്നതും ഹീറോയിൻ ഓടി ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ ആ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ആ ഒരു കുഞ്ഞിനെ കൊല്ലാനായിട്ട് നീ സഹായിച്ചില്ലേ എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും എന്ത് കുഞ്ഞോ? അതെ ക്രിസ്റ്റീൻ, അവളെ അവർ കൊണ്ടുപോയെന്ന് പറയുന്നതും ഹീറോ പറയും ശരി, അവൻ എവിടേക്കാണ് കൊണ്ടുപോയെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവർ രണ്ടുപേരും ബൈക്ക് എടുത്ത് കിരിയിൽ പോയി ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. അതേസമയം ഇവിടെ കിരിയലിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ആ ഒരു കുഞ്ഞിനെ കൊല്ലാനായിട്ട് കൊണ്ടുപോവാണ്. വേറെ വഴിയില്ല, അവന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത്. അവൻ പറയുന്നുണ്ട് ആ ഒരു കുഞ്ഞിനോട് ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനെ എടുത്ത് കാറിൽ നിന്നും ഇവരെ ബോഡിയിലെല്ലാം കൊണ്ടു കളയുന്ന ആ ഒരു പുഴയുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് ബാഗും വെച്ചിങ്ങനെ നിൽക്കാണ്. എനിക്ക് നിന്നെ കൊല്ലണമെന്ന് ഒരിക്കലും താല്പര്യമില്ല, പക്ഷേ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നിൽക്കുന്നതും നമ്മുടെ ഹീറോയിനും അവിടേക്ക് വരും. എന്നിട്ടാണ് കിരിയലിനോട് ഹീറോ പറയുന്നത് സമാധാനപ്പെട്, നമുക്ക് എന്തായാലും സംസാരിക്കാം. നിനക്കറിയാലോ നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ കൊല്ലാറില്ല, അത് നമ്മൾ ഒരിക്കലും ചെയ്യത്തില്ല, നമ്മളത് സത്യം ചെയ്തതാണ്, ഇത് വളരെ മോശമായിട്ടുള്ളൊരു തീരുമാനമാണ് എന്ന് പറഞ്ഞ് ഹീറോ നേരെ കിരിയലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇപ്പോൾ നീ പറയ്, ഒന്നുകിലും നീ എന്നോടൊപ്പം നിൽക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനോടൊപ്പം, ഇതിലേതാണെങ്കിലും നിനക്ക് തീരുമാനിക്കാം. അപ്പോൾ കിരിയൽ പറയും എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ അച്ഛൻ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ചെയ്തതെന്ന്. അതെ അതെനിക്കറിയാം, ഇപ്പൊ പറയിക്കരിയിൽ നീ എന്നോടൊപ്പമാണോ നിന്റെ പപ്പയോടൊപ്പമാണോ എന്നും പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനെ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഹീറോയിന്റെ കയ്യിലേക്ക് കൊടുക്കും. എന്നിട്ട് ഇവര് രണ്ടുപേരും അവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ ഹീറോ കിരീലിനോട് പറയുന്നത് ശരി ഇനി നമ്മൾ പാർട്ട്നേഴ്സാണ്, അതുമല്ല നിന്റെ ആ ഒരു സ്ഥലത്ത് നീയാണ് ബോസ്, ശരി ബാ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പോൾ ഇവരിപ്പോ തീരുമാനിച്ചത് ഈ ഒരു രീതിയിലായിരിക്കാം. കിരീലിന്റെ അച്ഛനെ കൊന്ന് ആ ഒരു സ്ഥാനം കിരീൽ ഏറ്റെടുക്കും. അത് കഴിഞ്ഞ് ഇവര് രണ്ടുപേരും പാർട്ട്നേഴ്സായിട്ട് അവിടെ തുടരും. അപ്പോൾ കിരിയിലായാലും പെട്ടെന്ന് എഴുന്നിട്ടിട്ട് ഓക്കെ ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവാണ്, നമ്മൾ എന്തായാലും ഒരു നല്ല പാർട്ടി നടത്തുന്നു, നീ പെട്ടെന്ന് അവിടേക്ക് വരണമെന്ന് പറയും. ഹീറോ പറയും ഇല്ല എനിക്ക് വരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഇതെന്റെ ഉത്തരവാണ്, നീ വന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ഹീറോ നേരെ ഹീറോയിന്റെ അടുത്തേക്ക് ചെന്ന് അന്നെ ചോദിക്കുന്നുണ്ട് അല്ല എന്തിനാ ഞങ്ങളെ സഹായിച്ചേ, എനിക്കറിയില്ല, എന്നിരുന്നാലും എനിക്കൊരു രാജാവണ്ടേ എന്നും പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനെ അനുഗ്രഹിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിന് ഒരു ഉമ്മയും കൊടുത്ത് അവൻ അവളോടൊരു ബായും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കിരിയിലും ഹീറോയും അവിടെ നിന്ന് പോയതിനു ശേഷം ഇപ്പോൾ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ ഒരു കുഞ്ഞുണ്ടല്ലോ ക്രിസ്റ്റീൻ, ആളിപ്പോൾ കുറച്ചുകൂടി വലുതായി. അതുമല്ല ഇവരാണ് ആ ഒരു കുഞ്ഞിനെ ഇപ്പോൾ വളർത്തുന്നത്, ഹീറോയിനാണ് ആ ഒരു കുഞ്ഞിന്റെ അമ്മ. ആ ഒരു രീതിയിൽ ഇവര് നല്ലതുപോലെ തന്നെ ഒരു ജീവിതം ജീവിക്കുന്നു. ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അവൻ ആ ഒരു ഡയറിയിലെ ടാറ്റിയാൻ എഴുതിയിരുന്ന ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ ആ ഒരു ഡയറിയിലെ എല്ലാ കാര്യങ്ങളും അവൻ വീണ്ടും റിപ്പീറ്റായിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കി. അതോടെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ എന്തായാലും ഈ ഒരു മൂവിക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, അതുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു 1000 ലൈക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.